KP തലസ്ഥാനം വലിയ ആവേശത്തിലാണ്. ഞാനും ആവേശത്തിലാണ്. KP ആവേശത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനേക്കാൾ ആവേശത്തിൽ മറ്റൊരാളുണ്ട്, കൃഷ്ണരാജ്. അപ്പം തലസ്ഥാനത്തിന് ക്രിക്കറ്റിന്റെ വെടിക്കെട്ടാണ്, ക്രിക്കറ്റ് മാമാങ്കമാണ്. ഇനി കാണാം ക്രിക്കറ്റ് ആവേശം. അശ്വതി, നമ്മളും കൃഷ്ണരാജും ഒപ്പം ഡിസ്നിയും അവിടെ ഇങ്ങനെ ത്രില്ലടിച്ച് കാര്യം എടുത്തു പറയണം. ഏതായാലും പറഞ്ഞ പോലെ തന്നെയാണ് അനന്തപുരിയിൽ ഇന്ന് ക്രിക്കറ്റ് കാർണിവലാണ്. ഭാരതം ന്യൂസിലൻഡ് 5ാം T20 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. സഞ്ജു സാംസൺ ഫോം വീണ്ടെടുക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ത്രസിപ്പിക്കുന്ന ഭാരതത്തിന്റെ മറ്റൊരു വിജയത്തിനായി. 7 മണിക്കാണ് മത്സരം. കഴിഞ്ഞ ദിവസവും ഭാരത ടീം അംഗങ്ങളിൽ ചിലർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. ഇന്നും ഇതാ ദർശനം നടത്തി അനുഗ്രഹം വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തകർപ്പൻ വിജയം അത് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം അല്ലേ? എനിക്ക് അറിയേണ്ടത്, നമ്മുടെ സഞ്ജു പ്ലേയിങ് 11 ഉണ്ടാവോ? അങ്ങനെ സഞ്ജുവിന്റെ നാട്ടിൽ സഞ്ജു തരംഗമായി മാറുമോ? അതറിയണം. അതും അറിയണം. അതെ. KP, അശ്വതി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ വരും മണിക്കൂറുകളിലെ ആ ക്രിക്കറ്റ് മത്സരത്തിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. എന്തായാലും ക്രിക്കറ്റ് കാണികളൊക്കെ വലിയ ആവേശത്തിലാണ് ഇനി വരാൻ പോകുന്ന മത്സരം. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം തട്ടകമായ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര മത്സരത്തിന് സഞ്ജു ഇറങ്ങുമോ എന്നതൊക്കെയുള്ള വലിയ ആവേശത്തോടു കൂടിയാണ് കാണികൾ കാത്തിരിക്കുന്നത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ ഇവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഇന്നലെ ദർശനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടിരുന്നു. വലിയ ആവേശത്തോടു കൂടിയാണ് ആരാധകർ അവരെ വരവേറ്റതും, ഈ ക്രിക്കറ്റ് താരങ്ങളെ വരവേറ്റതും. അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിനെത്തിയവർക്കും നിരവധി ആരാധകർ ആ സമയവും അവിടെ എത്തിയിരുന്നു എന്ന് തന്നെയാണ്. എന്തായാലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്നലെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് മത്സരം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 മണിയോടുകൂടി ഈ പ്രേക്ഷകർക്ക് ഇതിനകത്ത് ടിക്കറ്റ് വാങ്ങിയവർക്കൊക്കെ ഈ മത്സരം കാണുവാൻ എത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ സാധിച്ചത് എല്ലാ ടിക്കറ്റുകളും വിറ്റഴിച്ചു കഴിഞ്ഞു എന്നതും, അതോടൊപ്പം തന്നെ 40,000 പേർക്ക് മത്സരം കാണുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് അനന്തപുരി, തിരുവനന്തപുരം. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോൾ ആരാധകർ വലിയ ആകാംക്ഷയോടുകൂടി ഈ കളി സ്വീകരിക്കുവാനുള്ള കുതിപ്പിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു ആവേശത്തിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് KP. ശരി, അത് തന്നെയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ് 7 മണിക്ക് അല്ലേ. 40,000 കാണികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം നിറഞ്ഞ് കവിഞ്ഞ ഒരു ഗാലറി തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ. അത്തരത്തിലുള്ള സ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വാരം ഈ ശ്രീലങ്ക ഭാരതം വനിതാ T20 മത്സരം നമുക്കറിയാം, നിറഞ്ഞു കവിഞ്ഞ ഒരു ഗാലറി തന്നെയാണ്. CFO പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇതിനു മുൻപൊക്കെ മാച്ച് കാണാൻ വരുന്നവരാണ്. അപ്പോൾ വനിതാ ക്രിക്കറ്റ് കാണാൻ എത്തുമ്പോൾ ഈ കാണികളുടെ സീറ്റുകൾ പലതും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഇരിക്കാൻ അവിടെ സ്ഥലമില്ല. ഇത് മാറി വരുന്ന ആ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം. അതെ അതെ, അതുകൊണ്ട് തന്നെ ഇന്നും അല്ലേ, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകകപ്പ് മത്സരം, സന്നാഹ മത്സരം, പിന്നെ സഞ്ജുവിൻ്റെ ആ ഒരു തിരിച്ചുവരവ്, ഇതൊക്കെയാണ് നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത് അല്ലേ. ആധികാരികമായ വിജയം തന്നെയാണ് ഭാരതം ഉറപ്പിക്കുക. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. കാണാൻ പോകണമെന്നുണ്ട്. ടിക്കറ്റ് കിട്ടിയില്ല, കൊടുത്തില്ല. അതാണ്. അപ്പോ എന്തായാലും തലസ്ഥാനം വലിയൊരു ക്രിക്കറ്റ് പൂരത്തിലേക്കാണ്, തിരുവനന്തപുരം. അങ്ങനെ കാണാം അല്ലേ.